ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? കൊച്ചു കൊച്ചു കഥകൾ. കുട്ടികൾ വാശി പിടിക്കുമ്പോഴോ ഉറങ്ങുവാനോ ഒക്കെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമല്ലേ? അത്തരമൊരു കഥ പറച്ചിലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നിലാവ്. അമ്പിളിയമ്മാവൻ പുഞ്ചിരി തൂകി. തൻ്റെ നിലാവിൽ ഭൂമി അതിസുന്ദരിയായിരിക്കുന്നു. ഭൂമിയിലെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നിലാവത്തിരുന്ന ആളുകൾ സംസാരിക്കുകയാണ്. കുട്ടികൾ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെക്കുറിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്, തൻ്റെ ഭംഗിയെക്കുറിച്ച്. എല്ലാവർക്കും എന്നെ എന്തിഷ്ടമാണ്. താൻ ഭാഗ്യവാൻ തന്നെ. അമ്പിളിയമ്മാവൻ ഒന്നുകൂടി പ്രകാശിച്ചു. ആ പ്രകാശത്തിൽ പ്രപഞ്ചം അതിമനോഹരമായി തീർന്നു. ഈ പ്രപഞ്ചത്തിന് ഇത്രയേറെ ഭംഗി നൽകിയത് താനല്ലേ? തൻ്റെ ഈ നിലാവ്. അതെ, അഭിമാനത്തോടെ അമ്പിളിയമ്മാവൻ ഓർത്തു. ആ സമയം ഭൂമിയിലൊരു വീട്ടിൽ അച്ഛനും അമ്മയും അവരുടെ കുഞ്ഞു മകളും നിലാവത്തിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, എന്തൊരു നിലാവാണിന്ന്, എന്തു ഭംഗി. അമ്മ ചുറ്റും നോക്കി. മുല്ലപ്പൂക്കൾ നിലാവത്ത് വെട്ടിത്തിളങ്ങുന്നു. കൊച്ചു പെൺകുട്ടി അമ്പിളിയമ്മാവനെ നോക്കി പുഞ്ചിരിച്ചു. ഒരു പ്രകാശം മിന്നിമറഞ്ഞു. അമ്പിളിയമ്മാവൻ വന്ന് അമ്പരന്നു. കൊച്ചു പെൺകുട്ടി പറഞ്ഞു, അച്ഛാ അച്ഛാ, എനിക്ക് അമ്പിളിമാമനെ വേണം, പിടിച്ച് താ അച്ഛാ. അതെങ്ങനെയാ മോളെ? അമ്പിളിയമ്മാവൻ അങ്ങ് ദൂരെ ദൂരെയല്ലേ? കുട്ടി പിന്നെയും വാശി പിടിച്ചു. എനിക്ക് വേണം അച്ഛാ, അമ്പിളിമാമനെ എനിക്ക് വേണം. കുട്ടി വാശി പിടിച്ചു കരഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി, നമുക്ക് അമ്പിളിമാമനെ പിടിക്കാം. അച്ഛൻ ഒരു തളികയിൽ വെള്ളം നിറച്ചു വെച്ചു. അമ്പിളിയമ്മാവൻ കൗതുകപൂർവ്വം നോക്കി. എന്താണാവോ ഇവർ ചെയ്യുന്നത്? ഒട്ടുനേരം കഴിഞ്ഞു. ദാ തളികയിൽ തൻ്റെ രൂപം. അമ്പിളിയമ്മാവൻ സന്തോഷത്തോടെ വീണ്ടും പ്രകാശിച്ചു. അച്ഛൻ പറഞ്ഞു, മോളെ, ദാ കണ്ടോ തളികയിൽ അമ്പിളിയമ്മാവൻ വന്നിരിക്കുന്നത്. കുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾ അമ്പിളിമാമനെ പിടിക്കാൻ കൈകൾ നീട്ടി. അച്ഛൻ കുഞ്ഞു കൈകൾ വെള്ളത്തിലേക്ക് താഴ്ത്തി അനക്കാതെ വെച്ചു. ആ കുഞ്ഞു കൈയിൽ അമ്പിളിമാമൻ തിളങ്ങുന്നു. കുട്ടി അതിശയത്തോടെ ആഹ്ലാദത്തോടെ തൻ്റെ കൈകളിലേക്കും ആകാശത്തേക്കും മാറി മാറി നോക്കി. അവൾ വീണ്ടും നോക്കി. സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി. തൻ്റെ കയ്യിലിരിക്കുന്ന അമ്പിളിമാമനെ നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു. അമ്പിളിമാമൻ അമ്പരന്നു. ചുറ്റും നോക്കി. നിലാവ് മങ്ങിയിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ മങ്ങിയിരിക്കുന്നു. പ്രകാശം അവിടെ ആ പെൺകുട്ടിയിൽ മാത്രം. അവളുടെ ആ ചിരി, അത്രയും ഭംഗി മറ്റൊന്നിനുമില്ല. കുട്ടി വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. അവൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. അമ്പിളിയമ്മാവൻ നിലാവിനെ മറന്നു, പ്രപഞ്ചത്തെ മറന്നു. ആ ചിരിയിൽ മാത്രം ലയിച്ചിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. എങ്ങനത്തെ കഥകളാണ് നിങ്ങൾക്കിഷ്ടം? നിങ്ങൾ പറയൂ, നമുക്കെല്ലാം പറയാം. അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.